യഹൂദ നിയമം അനുസരിച്ച് പുരുഷന്മാരുടെ പേരുകളാണ് വംശാവലിയിൽ ഉപയോഗിക്കുക. മത്തായി എഴുതിയ സുവിശേഷം നമ്മൾ 1-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നീണ്ട ഒരു വംശാവലിയുടെ ലിസ്റ്റ് തന്നെ അവിടെയുണ്ട്. എന്നാൽ അതിൻ്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസഫിനെ ജനിപ്പിച്ചു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന് പേരുള്ള യേശു ജനിച്ചു. നമ്മൾ പലപ്പോഴും പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഈ രോഗം പാരമ്പര്യമായിട്ടുള്ളതാണോ, മറ്റിടങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ പാരമ്പര്യമായി വന്നതാണോ എന്നൊക്കെ ചിന്തിക്കുകയും അതിൻ്റെ നടുവിൽ നമ്മൾ വിശ്വസിക്കുന്നവരുമാണ്. എന്നാൽ ഇവിടെ ഒരു സാധാരണ സ്ത്രീ യേശുവിനെ ഉദരത്തിൽ വഹിക്കാൻ തയ്യാറായപ്പോൾ തൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്ന സകല പാരമ്പര്യത്തെ മാറ്റി ചരിത്രം തന്നെ മാറ്റിമറിക്കുന്ന ഒന്ന് അവിടെ സംഭവിക്കുക. ഇന്നെന്നെ കേൾക്കുന്ന ദൈവവേദലേ, നിങ്ങൾക്കും ഇതുപോലെ യേശുക്രിസ്തുവിലുള്ള അചഞ്ചലമായ വിശ്വാസം ചരിത്രം മാറ്റും. നിങ്ങളുടെ സ്ഥിതിയെ ദൈവം മാറ്റും. ധൈര്യത്തോടെ മുന്നേറുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ.